ഛത്തീസ്ഗഡിലെ സുക്മയിൽ വീണ്ടും മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ. 16 മാവോയിസ്റ്റുകളെ വധിച്ചു. 2 ജവാന്മാർക്ക് പരിക്ക്. വിവരങ്ങളുമായി മർവ കെ ഷഹീറാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. മർവ, വീണ്ടും ഛത്തീസ്ഗഡിൽ ആക്രമണം എന്നുള്ളതാണ്. എപ്പോഴാണ് ഇതിപ്പോൾ ഈ സുരക്ഷാ സേനയുമായുള്ള മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടൽ തുടങ്ങിയത്? എന്തൊക്കെയാണ് ഛത്തീസ്ഗഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ, മർവ? ലക്ഷ്മി പത്മ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലാണ് ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ആരംഭിച്ചത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ ഏറ്റുമുട്ടലിൽ 16 നക്സലേറ്റുകളെയാണ് വധിച്ചിരിക്കുന്നത്. ഇതിൽ 2 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് സാരമുള്ള പരിക്കല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി, അതായത് 28-ാം തീയതി ഇന്നലെയാണ് ഈ തിരച്ചിൽ ആരംഭിച്ചത്. ഈ മേഖലയിൽ നക്സലുകൾ സ്ഥിരമായി ഉണ്ടാകാറുള്ള ഒരു മേഖലയാണ് ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ സുക്മ ജില്ല. ഇവിടെ നിരന്തരമായി തന്നെ ഈ മാവോയിസ്റ്റുകളുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടലുകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇന്നിപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൊൽപ്പാൽ സ്റ്റേഷൻ പരിധിയിലുള്ള ദന്തോവാഡ വനമേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രഹസ്യവിവരം, അതായത് നക്സലേറ്റുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ഇവിടെ പരിശോധനയ്ക്കായി ഇറങ്ങിയത്. CRPF-ഉം ജില്ലാ സെക്യൂരിറ്റി ഗാർഡും സംയുക്തമായാണ് ഇന്നലെ തിരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെയാണ് തിരച്ചിൽ ആരംഭിച്ചതെങ്കിൽ പോലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു വെടിവെപ്പിലേക്ക് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ 16 നക്സലേറ്റുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ മേഖലയിൽ നിരന്തരമായി ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. സുരക്ഷാ സേന ഇപ്പോൾ ഈ കാട് വളഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മൊത്തമായി വളഞ്ഞ് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് കരുതുന്നത്. മർവ കെ ഷഹീറാണ് വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്.